നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, സ്പെയിനിനെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ ആ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. മത്സരം എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് തീരുമാനമായത്. ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ ട്രോഫി ഉയർത്തി. രണ്ടാം തവണയാണ് നേഷൻസ് ലീഗിൽ അദ്ദേഹം മുത്തമിടുന്നത്. കളിയിൽ ക്രിസ്ത്യാനോയുടെ വക ഗോളും ഉണ്ടായിരുന്നു. CR7 ആരാധകർക്ക് ഇതിൽ പരം സന്തോഷം എന്തു വേണം? മത്സരത്തിൽ സുബിമെൻ്റെയും ഒയർ സബാലുമാണ് സ്പെയിനിൻ്റെ ഗോൾ അടിച്ചതെങ്കിൽ ന്യൂനോ മെൻഡസ് എന്തൊരു കളിയാണ് അവൻ ചാമ്പ്യൻസ് ലീഗിൽ എന്ത് കളി കളിച്ചോ അത് തുടരുകയാണ്. ന്യൂനോ മെൻഡസും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് പോർച്ചുഗലിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരം 90 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ 2-2 സമനില. എക്സ്ട്രാ ടൈമും കഴിഞ്ഞിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 5-3 പോർച്ചുഗൽ വിജയിച്ച് കയറി. മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, കോൺസിസാവോ, പെഡ്രോ നെറ്റോ എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് നിക്കോ വില്യംസും ഒയർ സബാളും ലാമിൻ യമാലും ചേർന്നുകൊണ്ടാണ് സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 21-ാമത്തെ മിനിറ്റിൽ സുബിമെൻഡിയിലൂടെ സ്പെയിൻ ലീഡെടുത്തെങ്കിലും ന്യൂനോ മെൻഡസിൻ്റെ ഗോളിലൂടെ പോർച്ചുഗൽ തിരിച്ചടിക്കുകയായിരുന്നു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഒയർ സബാളിലൂടെ ഗോളടിച്ചുകൊണ്ട് സ്പെയിൻ ലീഡ് പിടിച്ചു. രണ്ടാം പകുതിയിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ പിറക്കുന്നത്. ഡിഫ്ലക്റ്റഡായി വന്ന ക്രോസ് കൃത്യമായിട്ട് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിനെ ഒപ്പമെത്തിക്കുകയായിരുന്നു. 61-ാമത്തെ മിനിറ്റിൽ 2-2. കളി പുരോഗമിക്കവേ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അലട്ടിയിരുന്നു. അദ്ദേഹം 88-ാമത്തെ മിനിറ്റിൽ കളിക്കളം വിടേണ്ടി വന്നു. പകരം ഗോൺസാലോ റാമോസാണ് കളത്തിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഇഞ്ചുറി ടൈമും കഴിഞ്ഞ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് ഗോൾ പിറക്കാതെ വന്നതോടുകൂടി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ പോയി. പോർച്ചുഗലിനായിട്ട് കിക്കെടുത്ത എല്ലാവരും പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ സ്പെയിനിൻ്റെ ആൽവരോ മൊറാറ്റക്ക് പിഴച്ചു. 5-3 പെനാൽറ്റി ഷൂട്ടൗട്ട് വിജയവുമായിട്ട് പോർച്ചുഗൽ ഇതാ കിരീടം ഉയർത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.